പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, അതിന്റെ 21, 22, 23 വാക്യങ്ങൾ. തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തൻ ഇളവേനെ സേവിക്കും എന്ന് അരുളിച്ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഭാഗം അല്ലേറിയ ഇസഹാക്കിന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് ആമേലിയ റിബേക്കയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് 2 മക്കളെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ 2 മക്കളും 2 ജാതികളാണ് അല്ലേറിയ എന്നാണ് അവർ പറയുന്നത്. അപ്പം 2 വംശങ്ങൾ നിന്റെ ഉദരത്തിന് പുറപ്പെടും, ഒരു വംശം മറ്റേ വംശത്തേക്കാൾ ശക്തിപ്പെടുമെന്നാണ്. ഇസഹാക്കിന് മക്കൾ ആമേൻ ജനിച്ചപ്പോൾ റിബേക്കയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ദൈവം അവരെക്കുറിച്ച് ഉള്ള മുൻകരുതലുകളെ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റിബേക്ക മച്ചിയായി. ഒരുപക്ഷെ അബ്രഹാം ആമേലിന്റെ ദൈവം വാഗ്ദത്തം കൊടുക്കുക 75 വയസ്സാണ്. അന്ന് സാറയ്ക്ക് 65 വയസ്സാണ്. ഇവർക്ക് 2 പേർക്കും 99 വയസ്സാകുന്നത് വരെ അബ്രഹാമിന്, സാറയ്ക്ക് ആ സമയത്ത് ആമേലിയ 89 വയസ്സ്, മക്കളുണ്ടായിട്ടില്ല. എന്നാൽ സാറയ്ക്ക്, അബ്രഹാമിന് 100 വയസ്സും സാറയ്ക്ക് 90 വയസ്സും ആയപ്പോഴാണ് ദൈവം മക്കളെ കൊടുക്കുന്നത്, വാഗ്ദത്ത സന്ധിയെ. ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലൊന്നും ചിന്തിച്ചാലും പാരമ്പര്യമാണോ ഇസഹാക്കിന് കുട്ടികളെ ലഭ്യമല്ലാഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അബ്രഹാമിന്റെ ദാസിയ അല്ലെ സാറയുടെ ദാസിയായ ഹാഗറിന് ദൈവം അബ്രഹാമിന്റെ മക്കളെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുക. പിന്നെ മക്കളുണ്ടാകാത്തതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്തോത്രം. ഒരിക്കൽ ദൈവത്തിന്റെ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത് മീകളിന് അങ്ങ് വെറുപ്പ് തോന്നി. അവൾ ദാവീദിനെ പരിഹസിച്ചതുകൊണ്ട് പിന്നെ അവൾക്ക് കുട്ടികളുണ്ടായില്ല. അത് ശാപമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ കുട്ടികൾ ഉണ്ടാകാതെ ഭാരപ്പെടുന്ന അനവധി മാതാപിതാക്കൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. രക്തചയം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇസഹാക്ക് ലെരിയ തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അല്ലേലിയ. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് വ്യത്യസ്തമായ വിവിധ കാരണങ്ങളാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തലമുറ കിട്ടാതെ വന്നാൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് മക്കളെ തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇസഹാക്കിന്റെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് അവൾക്ക് ആമേൻ 2 മക്കളെ അവർക്ക് കൊടുത്തതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലേലിയ, ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെ കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവൻ ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ ദൈവം അവന് നല്ല വിശേഷവതിയായ സ്നേഹവതിയായ ഭാര്യ റിബേക്കയെ ഭാര്യയായി തെരഞ്ഞെടുത്തു കൊടുത്തത്. എന്നാൽ ഇസഹാക്കിന് 60 വയസ്സാകുന്നതുവരെയും അവന് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല എന്നാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. അല്ലേലൂയ. അതിന് വ്യത്യസ്തമായ കാരണങ്ങളും ഉണ്ടാകാം. എല്ലാ കാരണങ്ങളും നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റത്തില്ല, നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ മക്കളെ തരാഞ്ഞത് കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്ന് എന്നോട് കരുണ തോന്നാഞ്ഞത് എന്നൊക്കെ ഒരുപക്ഷെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന അനേകം നിന്ദകളും അപമാനങ്ങളും കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു പോയേക്കാം. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം. പക്ഷെ നമ്മളവിടെ ഭാരപ്പെട്ടു പോകേണ്ട, സമയമാകുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, സമയമാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ.
ഇവിടെ വെളിയിലുള്ള ശബ്ദങ്ങളും ചുറ്റുപാടുകളും കോലാഹലങ്ങളും ഒന്നും കേട്ട് നീ ഭാരപ്പെട്ടു പോകാതെ നിന്റെ പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് ചേർന്ന് നിന്റെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇസഹാക്കിന് ദൈവം തലമുറയെ കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് നീ ഭാരപ്പെടുന്ന ഏത് വിഷയമായിരുന്നാലും, തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നീ ഭാരപ്പെടുന്ന ഏത് വിഷയമായിരുന്നാലും അതിന് മറുപടി തന്ന് നിന്നെ സന്തോഷിപ്പിക്കുവാൻ, നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ നിന്നെ ഒരിക്കലും ദൈവം വെറും കൈയോടെ വിടത്തില്ല, വെറും പാത്രമായിട്ട് വിടത്തില്ല. ഈ ഭൂമി ദൈവം നിനക്കൊരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ രക്തം ചെയ്യും. അല്ലെങ്കിൽ അതിനപ്പുറത്ത് ദൈവത്തിന് ചിലത് ചെയ്യുവാനും കൂടെയുണ്ട്. രക്തം ചെയ്യും. ഭാര്യയുടെയും ഭർത്താവിന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത ദൈവം കണക്കൂട്ടും. ഇവിടെ ഇസഹാക്കിന്റെയും റിബേക്കയുടെയും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ തീഷ്ണതയെ ദൈവം നന്നായിട്ട് ശോധന ചെയ്തു. അവർ രണ്ടുപേരും ഒന്നിച്ച് ആഗ്രഹിച്ചു കാണാൻ, കർത്താവേ ഞങ്ങൾക്കൊരു തലമുറയെ തരണമേ, ഞങ്ങൾക്കൊരു സന്താനത്തെ തന്നെ, പുരുഷ സന്താനത്തെ തരണമെന്ന് അവർ പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുരുഷ സന്താനത്തെ തരിക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും അനവധി ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. അങ്ങനെ ഇസഹാക്കും റിബേക്കും വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഇസഹാക്കിന്റെ ചാർച്ചക്കാരും റിബേക്കയുടെ ചാർച്ചക്കാരും ഒക്കെ ചോദിച്ചു കാണാൻ, എന്തുകൊണ്ടാണ് ഇസഹാക്ക്, റിബേക്കെ നിങ്ങൾക്ക് മക്കളുണ്ടാകാതിരിക്കുന്നതെന്നൊക്കെ പുറത്തുനിന്നുള്ള ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ അവരുടെ കാതുകളിൽ തട്ടിയെങ്കിലും അവർ അതിനൊന്നും ചെവി കൊടുക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒന്നിന് 2 മക്കളെ കൊടുത്തു. 2 പേരെയും കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ പുറമേയുള്ള ശബ്ദത്തിനല്ല കാതു കൊടുക്കേണ്ടത്, ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നിങ്ങൾ പലവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ആ വിഷയത്തിന് മറുപടി കാണാത്തത് നിങ്ങൾ പുറത്തുള്ള ശബ്ദങ്ങൾക്ക് കാതുകൾ കൊടുക്കുമ്പോൾ, പുറത്തുള്ള ശബ്ദങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ പോകുന്നു. രക്തം ചെയ്യും. ഇവിടെ നമുക്ക് ദൈവത്തിന് ശബ്ദം ആവശ്യം. സഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്യും. ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്, ധ്യാന പുരുഷനായിരുന്നു. ഹല്ലേലൂയ. തനിക്ക് പെണ്ണെടുക്കാനായിട്ട് എലിയാസറിനെ കൂട്ടി പോകുന്ന സമയത്തും താൻ വെളിപ്രദേശത്ത് വളരെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ആ ധ്യാനത്തിങ്കിൽ താൻ തലപൊക്കി നോക്കിയപ്പം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഈ വിശേഷവതിയായിരിക്കുന്ന മെലതിയ ഭാര്യയെ അവൻ കണ്ടു എന്നുള്ളതാണ്. അവളിൽ ഒരു സന്തതിയെ ഇസഹാക്കിന് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയും കൂടാണ്. പക്ഷെ ദൈവം തക്ക സമയത്ത് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ഇവിടെ യേശുവിന്റെ അമ്മയായ മറിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ അമ്മയായ മറിയെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗിക്കാറുണ്ട്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അല്ലെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 39, 40, 41 വാക്യം വായിച്ചാൽ, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, ഹല്ലേലൂയ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ. ഇവിടെ എലിസബത്തും അച്ചിയായിരുന്നു. അവൾക്കും ദൈവം ഒരു കുട്ടിയെ കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം അതിനകത്ത് ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരുപാട് പോകുന്നില്ല. യേശുവിന്റെ അമ്മയായ മറിയ മലനാട്ടിലുള്ള അവളുടെ ബന്ധുവായ എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് അവളെ വന്ദിച്ചു. അപ്പോൾ എലിസബത്തിന് 6 മാസം ഗർഭിണിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 6 മാസം ഗർഭിണി. ആ ഗർഭത്തിൽ ഒരു കുഞ്ഞായിരുന്ന കുഞ്ഞായ പൈതൽ അവൻ വളർന്നു വന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പേ വഴി ഒരുക്കുവാൻ വേണ്ടി കർത്താവിന് മുമ്പേ അയക്കുന്ന ദൂതനായ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് ഹല്ലേലൂയ എലിസബത്തിന്റെ ഉദരത്തിൽ ഹല്ലേലൂയ ഈ കുഞ്ഞ് വളർന്നത്. ഹല്ലേലൂയ.
അപ്പോൾ റിബേക്കയുടെ ഉദരത്തിൽ വളരുന്ന രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉള്ളതുപോലെ ഹല്ലേലൂയ. ഇവിടെ എലിസബത്തിന്റെ ഉദരത്തിൽ ഗർഭത്തിൽ ആ ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉള്ളതുപോലെ മറിയയുടെ ഉദരത്തിൽ വളരുന്ന യേശുവിനെ കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉള്ളതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ നിങ്ങളുടെ ഉദരത്തിൽ പിറക്കാൻ പോകുന്ന, നിങ്ങളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്, മക്കളെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ ദൈവിക പ്ലാനിനെ നിങ്ങൾ തകിടം മറിക്കും. ആ ദൈവിക പ്ലാനിനെ, ദൈവിക പദ്ധതിയെ തകിടം മറിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ പിന്നെ അതിനെ കൊണ്ട് നടന്ന് നിങ്ങളത് വീണ്ടുന്നതെല്ലാം ചെയ്യുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോകുന്നത്. രക്തം ചെയ്യും. ഇത് ദൈവവചനത്തിൽ നമ്മളങ്ങ് പഠിച്ചാൽ മതി. രക്തം ചെയ്യും. ഹല്ലേലൂയ. പല വീട്ടിലും പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ്, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളை അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തീർന്നു. മറിയയുടെ ഒരു വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പിന്നെ ഈ എലിസബത്ത് ഒറ്റ പ്രവചനം കൊണ്ട് നടത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കി, ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. കാരണം എൻ്റെ ദൈവമേ, അങ്ങയുടെ പദ്ധതി എത്ര വലുതാണ്, അങ്ങയുടെ ആലോചന എത്ര വലുതാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ നമ്മുടെ കർത്താവ് ആലോചനയിൽ വലിയവനും പ്രവൃത്തി സമർത്ഥനുമാണെന്നൊക്കെ വായിക്കുന്നത്. അപ്പം നിങ്ങൾ ദൈവത്തെ അളന്നു നോക്കരുത്. ഹല്ലേലൂയ. നിസാര കാരണങ്ങൾക്ക് പോലും നിങ്ങൾ ദൈവത്തെ അളന്നു നോക്കി കുറിക്കരുത്. ചിലർക്ക് ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, ചില പ്രാർത്ഥനയുടെ മറുപടി കാണാതെ വരുമ്പോൾ പിന്നെ അവർ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങും. അവർ ദൈവത്തെ പരിഹസിക്കാൻ തുടങ്ങും. കർത്താവിനെ അളന്നു തൂക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം കർത്താവുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവർ പല വഴിയിലേക്ക് അവരുടെ ചിന്തകൾ കടന്നു പോകും. ഇവിടെ ഇസ്ഹാക്കിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇസ്ഹാക്കിന് വലിയ മക്കളില്ലെങ്കിലും, റിബേക്കയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും, അവരുടെ രണ്ടുപേരും വിശ്വാസത്തിനകത്ത് ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. അവർ ദൈവത്തോട് പിറുപിറുക്കുന്നില്ല. ദൈവത്തോട് ചേർന്നിരുന്ന ഇസ്ഹാക്ക് തന്റെ ഭാര്യയായിരിക്കുന്ന റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും പിറുപിറുപ്പ് കൂടാതെ നമ്മുടെ ദൈവം സ്നേഹസമ്പന്നനായ ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? നീ ഏത് വിഷയത്തിന്റെ നടുവിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്നത്? നീ ഏത് വിഷയത്തിനാണ് കണ്ണുനീർ തൂകിയിരിക്കുന്നത്? കഴിഞ്ഞ ചില നാളുകളായി നീ ഏതെല്ലാം വിഷയത്തിനാണ് നിന്ന കെട്ട്, അപമാനം കെട്ട്, പരിഹസിക്കപ്പെട്ട് ജീവിതത്തിൽ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്നത്? ആ വിഷയത്തിന് നടുവിൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞ് വചനം ഏറ്റെടുത്താട്ട് നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ പ്രശ്നത്തിന്റെ നടുവിൽ അങ്ങ് ഇറങ്ങി വരണമേ. എൻ്റെ മാനസികമായ സംഘർഷത്തിന്റെ നടുവിൽ ഇറങ്ങി വരണമേ. ഞാൻ നിരാശപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ. എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. പുറത്തു നിന്നുള്ള ശബ്ദ കോലാഹലങ്ങൾ ഏറെയാണ്. അങ്ങനെയുള്ള ശബ്ദ കോലാഹലങ്ങൾ എൻ്റെ കാതുകളിൽ തട്ടുമ്പോൾ ഞാൻ ആ കോലാഹലങ്ങൾ കേട്ട് മനസ്സ് മന്ത്രിപ്പോകാതെ, എൻ്റെ വിശ്വാസം ക്ഷീണിച്ചു പോകാതെ അങ്ങന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. മച്ചിയായിരുന്ന റിബേക്കയ്ക്ക് മക്കളെ കൊടുത്ത ദൈവമേ, മച്ചിയായ സാറയ്ക്ക് മക്കളെ കൊടുത്ത ദൈവമേ, മച്ചിയായ മരുഹയ്ക്കും മക്കളെ കൊടുത്ത ദൈവമേ, എലിസബത്തിനും മറിയയ്ക്കും മക്കളെ കൊടുത്ത അവരെ കുറിച്ചെല്ലാം അങ്ങേക്ക് പദ്ധതിയും പ്ലാനും, അവരെ കുറിച്ചെല്ലാം അങ്ങ് മുന്നമേ തന്നെ പറഞ്ഞതുപോലെ എനിക്കും ഒരു അത്ഭുതം ചെയ്യണമെന്ന് ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത്ഭുതം ചെയ്യും. നീ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നീ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും, നീ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിന്റെ മകളുടെ വിവാഹത്തിനാണ്, അവരുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് നല്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബജീവിതം ഭദ്രമാകാൻ വേണ്ടിയിട്ടാണ് ഒക്കെ നീ ആഗ്രഹിക്കുന്നത്. നിന്റെ വിദ്യാഭ്യാസം ജോലിക്ക് വേണ്ടിയൊക്കെ ആണെങ്കിലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അത് നീ നിരാശപ്പെട്ടു പോകേണ്ടി വരികയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നത്, രക്ഷിപ്പാൻ
കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായി പോയിട്ടുമില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 1 വാക്യം വായിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത നമ്മുടെ കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിപ്പാൻ കഴിയത്തക്ക നിലയിൽ നമ്മുടെ കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. അവൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാ, നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്നവനാ, നിന്റെ രട്ടഴിക്കുന്നവനാ, നിന്നെ സന്തോഷം ഒളിപ്പിക്കുന്നവനാ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതം കാണാൻ പോവുകയാ. വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ ആ സ്തോത്രമൊക്കെ എന്ന് പറഞ്ഞാട്ടോ. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നേ. അല്ലേ, വിശ്വസിക്കുന്നുണ്ടോ? യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്ലേ, ഞാൻ നിങ്ങളോട് ശാന്തമായിട്ട് പറഞ്ഞു വരുന്ന വചനമൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നതിന്റെ ദൈവം, അല്ലേലുയ, ഓർത്തു വയ്ക്കും, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലേലുയ. അപ്പോൾ ഇസഹാക്കും പ്രാർത്ഥന വീരനായിരുന്നു, റിബേക്കയും പ്രാർത്ഥന വീരയായിരുന്നു. അല്ലെ, രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇസഹാക്കും പ്രാർത്ഥിക്കും, റിബേക്കയും പ്രാർത്ഥിക്കും. രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. പ്രൈസലോ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, ജീവിതത്തിൽ കഷ്ടതയൊക്കെ കടന്നു വരുമ്പോൾ നീ എന്തിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്? പിറുപിറുപ്പിനോ പരിഹാസത്തിനോ നിന്ദയ്ക്കോ അതോ ഓരോ അല്ലലുകൾ പറഞ്ഞ് നീ ദൈവത്തിന് അകന്നു പോകുന്നതിനാണോ നീ പ്രാധാന്യം കൊടുക്കുന്നത്? അതോ ഇസഹാക്കിനെ പോലെ റിബേക്കയെ പോലെ പ്രാർത്ഥനയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? വ്യക്തം ചെയ്യും. അല്ലേ, അപ്പൊ ഇസഹാക്കും അല്ലിയ റിബേക്കയും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അല്ലേലിയ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇസഹാക്ക് പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി. അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ തിക്കിയപ്പോൾ അവളും യഹോവയോട് ചോദിക്കുവാൻ പോയി, ഇതുപോലെ ജീവിതത്തിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്നിരുന്ന് കർത്താവ് പറയുന്നത് എന്താണോ അതിനെ നിങ്ങൾ കേട്ടറിയണം. അല്ലേലിയ. ഇസഹാക്ക് പ്രാർത്ഥിച്ചു തനിക്ക് മക്കളെ കിട്ടാൻ വേണ്ടി. റിബേക്കയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് 2 കുഞ്ഞുങ്ങളോട് ഉദരത്തിൽ ഗർഭത്തിൽ തുള്ളിയപ്പോൾ അവൾ കർത്താവിനോട് ആലോചന ചോദിക്കാൻ പോയി. അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ലോകത്തോടല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, എന്താണ് എന്റെ ഉദരത്തിൽ വരുന്ന വളരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങയുടെ പദ്ധതി? അവിടുന്ന് അതൊന്ന് അറിയിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും നടുവിൽ കർത്താവ് പറയുന്നത് കേട്ടറിയണം. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഹല്ലേലൂയ. പൊതുവായി ശിശുക്കൾ വയറ്റിനകത്തുള്ള ജീവിതം കഴിഞ്ഞ് വെളിയിൽ വരുന്നതിന് ശേഷം മാത്രമേ അടിക്കടി ശണ്ടയുണ്ടാവുള്ളൂ. സാധാരണ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയങ്ങളിൽ ശണ്ടയിടാറില്ല. ഹല്ലേലൂയ. അവരെ പൂർണ്ണ ഗർഭിണിയായി മാസം തികഞ്ഞ് പ്രസവിച്ച് അവർ പുറത്ത് വന്ന് അവരുടെ വളർച്ചയിൽ പിന്നെ മുതിർന്നു വരുമ്പോഴാണ് ശണ്ടയിടുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് സ്തോത്രം, ഹല്ലേലൂയ, റിബേക്കയുടെ ഹല്ലേലൂയ ഉദരത്തിൽ വെച്ച് തന്നെ ശിശുക്കൾ ഹല്ലേലൂയ ശണ്ടയിടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണാൻ കഴിയുന്നത് ആദാമും ഹവ്വയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യം രൂപവും ധരിച്ചവനായിരുന്നാലും അവർക്ക് ജനിച്ച 2 പുത്രന്മാർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. ആദാമും ഹവ്വയും ഹല്ലേലൂയ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷെ അവരുടെ ഉദരത്തിൽ ജനിച്ച 2 മക്കൾ ഹല്ലേലൂയ ഹാബേലും ഹല്ലേലൂയ കായീനും അവർക്കും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. ഹല്ലേലൂയ. ഈ റിബേക്കയുടെ ഉദരത്തിൽ ഉരുവായ 2 കുട്ടികളും വ്യത്യസ്തനായി മാറിയതുപോലെ ആദാമിനും ഹവ്വയ്ക്കും ജനിച്ച 2 പുത്രന്മാർക്കും വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരുന്നു. മൂത്ത പുത്രനായി കായീൻ തന്റെ സ്വന്തം സഹോദരൻ ഹാബേലിനെ അസൂയയിൽ കൊന്നുകളഞ്ഞു. ആദ്യമായി രക്തം ഭൂമിയിൽ വീണു. ആദാം ഹവ്വയ്ക്ക് ഇപ്രകാരം കുലപാതകനായ ഒരു പുത്രൻ എങ്ങനെ ജനിച്ചു? ഹല്ലേലൂയ. എങ്ങനെ ജനിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഹല്ലേലൂയ. ദൈവത്താൽ സൃഷ്ടിച്ച ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായ മക്കൾ ഒരുവൻ എങ്ങനെ കുലപാതകനായി? ഹല്ലേലൂയ. ആദാം ഹവ്വയ്ക്ക് ഇപ്രകാരം കുലപാതകരായ മക്കൾ ഉണ്ടാകാൻ സാധ്യത എന്താണ് എന്ന് പറഞ്ഞാൽ ആദാമിനും ഹവ്വയ്ക്കും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു.
ആദാമിനും ഹവ്വയ്ക്കും തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ അവർക്ക് അറിയില്ലാതെ പോയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അല്ലേലൂയ ഹവ്വയുടെ ഉദരത്തിൽ വളർന്ന 2 മക്കളിൽ ഒരുവൻ കുലപാതകനായി മാറിയതും അവർ പ്രാർത്ഥന കുറവായിരിക്കാം. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ വചനം കേൾക്കുമ്പോൾ നീ പ്രത്യേകം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും വിവാഹം കഴിഞ്ഞ് നിൽക്കും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും നിനക്കൊരു തലമുറയെ കിട്ടുമ്പോൾ ആദാമിന്റെ ഹവ്വയുടെ ഉദരത്തിൽ ജനിച്ച 2 മക്കൾ ഒരുത്തൻ കുലപാതകനായി മാറിയതുപോലെ നിനക്കുണ്ടാകുന്ന മക്കൾ അവർ ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് പോകാതിരിപ്പാൻ നീ റെബേക്കയെ പോലെയും ഇസഹാക്കിനെ പോലെ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ആദാമിനും ഹവ്വയ്ക്കും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഹവ്വ ഗർഭത്തെക്കുറിച്ച് ചോദിക്കുവാൻ ദൈവത്തിന്റെ അടുക്കൽ പോയില്ല. ഹല്ലേലൂയ. ഈ ഇസഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ ഗർഭം ധരിച്ച് റെബേക്ക അതിനെക്കുറിച്ച് ചോദിക്കാൻ ദൈവത്തോട് പോയി. പക്ഷേ ആദാം തന്റെ ഭാര്യ ഗർഭം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഇനി അവൾ ഗർഭം ധരിച്ചപ്പോൾ ഹവ്വ ചോദിക്കാനും പോയില്ല. രണ്ടുപേരുടെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമ്മൾ മുൻപിതാവായ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിച്ചു. അവന്റെ 2 ഭാര്യമാർ മുഖാന്തരം അവന് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഹല്ലേലൂയ. മൂത്ത മകനായ ഇസ്മായേൽ ദുഷ്ടനായി വളർന്നു. എന്നാൽ അനുജനായ ഇസഹാക്ക് പുൻസിരിയുടെ മകനായിരുന്നു. അപ്പൊ ഇസ്മായേലിനെയും ഇസഹാക്കിനെയും ഒരേ വീട്ടിൽ വെച്ചിരിക്കുവാൻ പറ്റുകയില്ല എന്ന് കണ്ട സാറ ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന് ഉൽപ്പത്തി പുസ്തകം 21:10 നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ അബ്രഹാമിനും 2 മക്കൾ. ഒന്ന് സാറയ്ക്ക് വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്കും ഹല്ലേലൂയ. ഇസഹാക്ക് എന്ന് പറയുന്നത് പുൻസിരി ഹല്ലേലൂയ. എന്നാൽ സാറയുടെ ദാസിയായ ഹാഗറുണ്ടായ സന്തതി ഹല്ലേലൂയ ഇസ്മായേൽ. ആ മകൻ ദുഷ്ടനായും വളർന്നതെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അതേക്കുറിച്ച് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 9 തൊട്ട് വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. മിസ്രയീമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. കണ്ടോ, രണ്ടുപേരും നമ്മുടെ വ്യത്യാസം നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രാർത്ഥിക്കാതെ നിന്റെ കുടുംബം പോയാൽ ആ കുടുംബത്തിനകത്ത് എന്നും നിലവിളിയായിരിക്കും. ഫ്രൈസലോ. ദൈവഹിതം തെരഞ്ഞെടുക്കണം. നിന്റെ മക്കളെ കുറിച്ച് നീ ദൈവത്തോട് ആലോചന ചോദിക്കണം. നിന്റെ മക്കളെ കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ഇവിടെ നമുക്കറിയാം, നിങ്ങൾ ഈ അബ്രഹാമിന്റെ കുടുംബത്തിൽ ഹാഗറിന്റെ മകനായിരിക്കും ഇസ്മായേലും സാറയുടെ മകനായിരിക്കുന്ന ഇസഹാക്കും തമ്മിൽ ശണ്ടയുണ്ടായതുപോലെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയ്ക്കും 10 മക്കളുണ്ടെങ്കിൽ 10 പേരും 10 സ്വഭാവക്കാരാ. ആരും ഒരിക്കലും പരസ്പരം യോജിക്കത്തില്ല. ഒരുവന്റെ അഭിപ്രായം ആയിരിക്കത്തില്ല മറ്റൊരുവന്റെ അഭിപ്രായം. ചിലര് സൽസ്വഭാവികളായിരിക്കും, ചിലര് വളരെ മറ്റുള്ള ഇടപഴകാൻ അല്ലെങ്കിൽ വളരെ കാര്യപ്രാപ്തിയുള്ളവരായിരിക്കും. എന്നാൽ ചിലര് ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലും മക്കൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായാൽ എന്ത് ചെയ്യും, എന്തിന് ജീവിക്കണമെന്നൊക്കെ നിങ്ങൾ പറയാറില്ല. ചില മാതാവ് എന്റെ പാസയെ ഇവന്മാരെ കൊണ്ടങ്ങ് മടുത്തു, ഇവളുമാരെ കൊണ്ടങ്ങ് മടുത്തു. ഒരിക്കലും സ്വസ്ഥതയിൽ ഒരിക്കലും സമാധാനമില്ല. ഒരുത്തനെ ശാസിച്ചിട്ടും മറ്റവനെ അവൾ എഴുതേക്കും, അവൾക്ക് പുറകെ അവൻ എഴുതേക്കും. ഞാൻ അങ്ങ് മടുത്ത് പാസ്സായി എന്ന് പറയുന്നത് എത്ര മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാവോ? അപ്പൊ ഞാൻ അവരോടൊക്കെ ഈ ദൈവവചനമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. അതെന്തുകൊണ്ട് നിന്റെ കുടുംബത്തിൽ വരുന്നത് നിങ്ങൾ ചിന്തിക്കണം. കാരണം ആദവും ഹവ്വയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട് ആ കുടുംബത്തിനകത്ത് കലഹം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭാര്യ അബ്രഹാമിന്റെ ഭാര്യ സ്തോത്രം സാറയുടെ വാക്ക് കേട്ട് ഹാഗറിനൊരു കുട്ടി ജനിച്ചപ്പോൾ അവിടെയും പ്രാർത്ഥനക്കുറവ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. 2 പേരുടെ മക്കൾ തമ്മിൽ യോജിക്കുന്നത് ഒരു കുടുംബത്തിന് അവിടെയും പ്രശ്നം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ
ഇങ്ങനെ കലശലാണ്, എന്തോ പ്രശ്നമാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തോട് ആലോചിച്ച് ചോദിക്കണം. നിങ്ങളുടെ ഭർത്താവ്, മക്കൾ, കുടുംബ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം വരും. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അല്ലേ? നിങ്ങളുടെ മക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ പരസ്പരം ശണ്ടയിടുമ്പോൾ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇസ്ഹാക്കിനെ പോലെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, റിബേക്കയെ പോലെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന കരമടിച്ച് ദൈവത്തെ ഒന്ന് വിശ്വസിച്ചിട്ട് ഇന്ന് പകൽ കുടുംബത്തിനകത്ത് കരകത്തോടു കൂടിയിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ വിഷയങ്ങളെ നീ ദൈവത്തിൽ വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈശ്വരോ രക്തം ചെയ്യും. ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നേ, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അല്ലേലിയ. ചില കുടുംബത്തിൽ മക്കൾ മുഖാന്തരം അമ്മമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ലേലിയ. മക്കൾ മുഖാന്തരം മക്കളുടെ ജീവിതത്തിനകത്തെ കുറവുകൾ മക്കളെ കൊണ്ട് പൊറുതി മുട്ടി മക്കളെ സ്വഭാവ ദൂഷ്യം കണ്ട് ആത്മഹത്യ ചെയ്ത ദൈവമക്കൾ വരെയുണ്ട്. അല്ലേലിയ. ദൈവം, ഞാൻ ആരും പേരെടുത്തോളാം. ഒരു വീട്ടിലെത്തിയ മക്കളെ കൊണ്ടങ്ങ് മടുത്തു. മക്കളുടെ ദുർജീവിതങ്ങളിൽ ലഹരി ഉപയോഗങ്ങളും മക്കളെ കുറിച്ച് പൂർത്തിമുട്ടി ഒരു മാതാവ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന മാതാവ് ആത്മഹത്യ ചെയ്തു. അങ്ങനെ പല ഭവനങ്ങൾ നടന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങാതെ, അല്ലേലിയ, റബേക്കയെ പോലെ ദൈവസ്ഥലിൽ വന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കണം. കർത്താവ്, ഞാൻ എന്ത് ചെയ്യണം? രക്തം ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? എന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് നിന്നോട് ആലോചന അറിയിക്കുന്നവനാ. രക്തം ചെയ്യും. നിനക്ക് തന്നെ മടിയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇവിടെ കൂട്ടിയിരുന്ന് ഉപവസിക്കണം. ഇല്ല, നിനക്ക് ഭർത്താവിൽ നീ ഏകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഏകയാണെങ്കിൽ, നീ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം? നീ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. നിന്നെ കൈവിട്ട് കളയുന്നവനല്ല ദൈവം, കേട്ടോ. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വഴി കർത്താവിന്റെ ഹിതം വെളിപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലേലിയ. അതുകൊണ്ട് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകനെ കുറിച്ച് പഠിച്ചാലും നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം, അല്ലേലിയ, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ്, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങൾ യഹോവയാൽ ഇസ്രായേൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു എന്ന് ഇവിടെ യെശയ്യാ പ്രവാചകൻ തന്റെ മക്കളെ കുറിച്ച് പറയുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ടതാണ്. ഇവിടെ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും എന്ന് പറയുമ്പോൾ, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നത് യെശയ്യാവിനെയും അവന്റെ 2 മക്കളെയും ഉദ്ദേശിച്ചാണ്. ഇളയ മകന്റെ പേരിന്റെ അർത്ഥം കൊള്ള വേഗം വരുന്നു എന്നാണ്. യഹൂദയ്ക്ക് വരാൻ പോകുന്ന ബാബേൽ പ്രവാസമാകുന്ന ന്യായവിധിയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ യാശൂബ് എന്ന മൂത്ത മകന്റെ പേരിന്റെ അർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്നാണ്. ലലിയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:3 നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയുന്നത് ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്നാണ്. 70 വർഷത്തെ പ്രവാസാനന്തരം ഒരു ശേഷിപ്പ് ഹാബിലിൽ നിന്ന് മടങ്ങി വരും എന്നതിന്റെ അടയാളമാണ് ഈ 2 മക്കളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ യെശയ്യാവിന്റെ 2 മക്കളെ കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഈ യെശയ്യാവും ഭയങ്കര ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവനാ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവനായതുകൊണ്ട് എന്ത് ചെയ്തു? യെശയ്യാവിന് കൊടുത്ത മക്കളെ കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ മക്കളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്നത്തെ തലമുറ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയില്ല. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിന് അഡിക്റ്റായി മാറി. മൊബൈലിന് അഡിക്റ്റായി, പാപത്തിന് അഡിക്റ്റായി മാറി. ഈ ലോകത്തിന് സുഖങ്ങൾ തേടി അവർ ഓടുകയാണ്. അല്ലേലിയ. ദൈവത്തെ വിളിക്കുവാനോ ദൈവനാമത്തിൽ നിൽക്കുവാനോ ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ വചനം വായിക്കുവാനോ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഒന്നും സമയമില്ലാതെ 24 മണിക്കൂർ മൊബൈലിനകത്ത് സമയം ചെലവഴിക്കുന്ന എത്രയോ തലമുറകളാണ്. അവരുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തില്ല.
അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, മക്കൾക്ക് വേണ്ടി ഉപവസിക്കാതെ, മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാതെ ഇന്നത്തെ മാതാപിതാക്കൾ ഈ മൊബൈലിൽ അടിപ്പപ്പെട്ട് അവർ പകലും പണി കഴിഞ്ഞാലും പണിക്കകത്തായാലും രാത്രിയായാലും ഈ മൊബൈൽ അഡിക്റ്റാ. പ്രാർത്ഥനയൊക്കെ അങ്ങ് ചില പേരിന് മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും സകല ചൂതാട്ട ജഡിക വ്യഭിചാര തീവ്രവാദ ഭീകരവാദ വർഗീയതയ്ക്കകത്ത് മക്കൾ അകപ്പെട്ട് നിരീശ്വരവാദികൾ യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരുടെ പട്ടികയിലേക്ക് തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വിശ്വാസിയായ ഒരു സഹോദരി ഹല്ലേലൂയ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു. അമേരിക്കയിൽ ക്യാൻഡൻ കണ്ട് വിളിച്ചു. ഹല്ലേലൂയ. വളരെ എന്നോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 3-4 ദിവസമൊക്കെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അപ്പം ഞാനും ആ സൗര്യ സങ്കടം കേട്ടപ്പോൾ ഒരു കുട്ടിയാണ് പഠിക്കാൻ പോയതാണ്. ഞാൻ എൻ്റെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഒരു പരിചയമില്ല. എൻ്റെ മെസ്സേജ് കണ്ടിട്ട് വിളിച്ചെന്നെ പ്രാർത്ഥിച്ചതാ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന താനി സർപ്പം പുറത്തു വന്നു. ഹല്ലേലൂയ. അവളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ പുറത്തു വന്നു. ഹല്ലേലൂയ. പിന്നെ അവളുടെ അപ്പനെയും അമ്മയും പറയുന്ന അസഭ്യ വാക്കുകൾ, ചീത്ത വാക്കുകൾ, നിന്ദ വാക്കുകൾ, പരിഹാസത്തിന്റെ വാക്കുകൾ. എന്താ അപ്പനും അമ്മയും പാസ്സാണ്. അപ്പനും അമ്മയും പാസ്സാണ്. അവർക്കുണ്ടായ മകൾ അപ്പനും അമ്മയും വളർത്തിയെടുത്തു. പക്ഷേ ആ മകൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ സ്വഭാവം തീതുപ്പുന്നതാ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചോദിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, ഈ അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥനയില്ല. അപ്പനും അമ്മയുടെയും ജീവിതത്തിൽ പ്രാർത്ഥന രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ്. 2 രീതിക്കാരെ, 2 സ്വഭാവക്കാരെ. കുടുംബത്തിനകത്ത് മാതൃകയില്ല, കുടുംബത്തിൽ പാപം വസിക്കുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്തു? മക്കൾ മാതാപിതാക്കൾ നകന്നുപോയി, അവർ ദൈവത്തിൽ നകന്നുപോയി. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഇന്ന് വക പ്രാർത്ഥനയില്ലാത്ത നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കൾ എവിടെയാണ്? ഹല്ലേലൂയ. അനവധി ദൈവമക്കൾ പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? എന്നോട് എല്ലാ പ്രാവശ്യം എല്ലാ ആഴ്ചയിലും പറയും, എൻ്റെ മാസ്റ്റർ എൻ്റെ മക്കൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കരുതല്ലോ. പക്ഷെ നീ എവിടെ പോയാ? നീ എവിടെ പ്രാർത്ഥിക്കുന്നതിന് പോരാ? അല്ലേ? നിനക്ക് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും സഭയില്ല. സഭയെ വന്നിട്ട് പാസ്റ്റർ ചെയ്യിപ്പിക്കുക. പാസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റാത്തതിന് പാസ്റ്റർ അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നീ എവിടെയാണ്? പ്രൈസ്. നീ മൊബൈലിനകത്തിരിക്കുകയല്ലേ? നീ മൊബൈലിനകത്ത് അഡിക്റ്റല്ലേ? നീ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടോ? വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണ്ട. ഞായറാഴ്ച പോലും നീ സഭായോഗം മുടങ്ങി നീ ജോലിക്ക് പോവുകയല്ലേ? നിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് നീ സഭായോഗത്തിൽ വരുന്നുണ്ടോ? സഭായോഗത്തിൽ നിന്ന് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? നിന്റെ മക്കളെ പ്രാർത്ഥിക്കാൻ ഉപവസിക്കാൻ നീ പഠിപ്പിക്കുന്നുണ്ടോ? ശ്രോതാവേ, ഒന്നുമില്ല. പിന്നെന്നിട്ട് നിന്റെ മക്കളെങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ചെടി ഞാനങ്ങ് മറന്നുപോയി. എന്തോ തള്ള തടിവഴിയാണ്, മക്കൾ എലച്ചുവഴിയാണെന്നൊരു അങ്ങനെ ചൊല്ലുണ്ട്. എന്നാൽ നമ്മൾ കാണിക്കുന്നതനുസരിച്ച് നമ്മുടെ മക്കൾ പോകും. എന്നാൽ ഇവിടെ ഈസഹാക്ക് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. റിബേക്ക ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഈസഹാക്കിന്റെ ഭാര്യ റിബേക്കയ്ക്ക് മക്കളില്ലാതെ വന്നപ്പോൾ അവൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൾ ഗർഭം ധരിച്ചവളുടെ വയറ്റിൽ 2 മക്കൾ. ഹല്ലേലൂയ. 2 മക്കളോടെ വയറ്റിൽ തിരക്കിയപ്പോൾ അവൾ ദൈവത്തോട് ചോദിക്കും, ഇങ്ങനെയായാൽ ഞാൻ എന്ത് ചെയ്യും? കണ്ടോ, നിനക്കും പ്രാർത്ഥനയ്ക്ക് വരണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് ഭവനത്തിൽ ഒരു മക്കളുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. 2 മക്കളുണ്ടെങ്കിലും ഈ 2 കൂടിക്കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ സ്ഥിതി. ചില ഭവനത്തിലേക്കൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മളെ വിഷയം അറിയുന്നത്. എന്താ? പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. അപ്പൊ ഒരമ്മയുടെ വയറ്റിൽ 2 ശിശുക്കളുണ്ടായിരുന്നു. 10 മാസങ്ങൾ ഒരറയ്ക്കുള്ളിൽ വെള്ളം നിറഞ്ഞ ആ അറയ്ക്കുള്ളിൽ ആ കുട്ടികൾ കിടന്നു. ഹല്ലേലൂയ. പ്രസവ സമയം വന്നപ്പോൾ വയറ്റിലിരുന്ന ആ ഒരു ശിശു മറ്റേ ശിശുവിനോട് അയ്യോ അവസാനിച്ചു എന്ന് പറഞ്ഞു പോലും, അതിന് മറ്റേ ശിശു പറഞ്ഞു പോലും അവസാനിച്ചു എന്ന് പറയാതെ ഇനിമേലാണ് ആരംഭമെന്ന്. 2 മക്കളും ഒരമ്മയുടെ ഒരു ഉദരത്തിൽ വളരുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാം അവസാനിച്ചു എന്ന് മക്കൾ പുറത്തേക്ക് വരുമ്പോൾ മക്കൾ പറഞ്ഞ ഒരു ചരിത്രമാകട്ടോ, ഇല്ല ഇനി തുടങ്ങിയതേ ഉള്ളെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, നന്നായിട്ട് വളരുന്ന അനവധി ദൈവമക്കളുടെ മക്കളുണ്ട്. മാതൃകയോടെ ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനവധി മക്കളുണ്ട്. അനവധി മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ
അവർ മക്കൾക്ക് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവർ മക്കളെ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, വചനം പഠിപ്പിക്കുന്നു, ദൈവകാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തി നിർത്തി അവരെ ശ്രേഷ്ഠമായിട്ട് നടത്തുന്ന അനവധി മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ മക്കളെ കുറിച്ച് ഒരു കരുതലുമില്ലാത്ത, ആദമിനും ഔവ്വയ്ക്കും മക്കളെ കുറിച്ച് കരുതലില്ലാതെ പോയതുകൊണ്ട്, ആദമിനും ഔവ്വയ്ക്കും മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ അറിയാതെ പോയതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഔവ്വയുടെ ഉദരത്തിൽ വളർന്ന രണ്ടുപേരിൽ ഒരുവൻ കുലപാതകൻ. ഹല്ലേലൂയ. സ്തോത്രം. അത് നിന്റെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി, നീ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നിലവിളി വരും. ഇന്നത്തെ കുടുംബം അതുകൊണ്ടാണ് നിലവിളി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക്, ഇസ്ഹാക്കിനെ പോലെ പ്രാർത്ഥനയ്ക്ക് വരണം, റിബേക്കയെ പോലെ പ്രാർത്ഥനയ്ക്ക് വരണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് നിലവിളി അല്ല ഉയരേണ്ടത്, നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷമാണ് ഉയരേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ വചനം സ്തോത്രം. ഇവിടെ വചനം പറയുന്നത് നിങ്ങളുടെ മക്കൾ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങൾ ഉപവസിക്കണം. നിങ്ങളുടെ മക്കൾ ഈ അശുദ്ധമായ ലോകത്തിൽ, അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ, പാപത്തിൽ വസിക്കുന്ന ജനങ്ങളിടയിൽ, ഈ ലോകത്തിന്റെ അരാജകത്വത്തിനകത്ത്, ഇരുളടഞ്ഞ ഈ ലോകത്തിൽ, അന്ധകാരശക്തി ലോകത്തെ ഒന്നടങ്കം അടക്കി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്റെ മക്കൾ ലോകത്തിന്റെ വെളിച്ചമായി വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഹല്ലേലൂയ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിന്റെ മക്കളെ കുറിച്ച് നീ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരിക്കണം. റിബേക്ക തന്റെ മക്കളെ കുറിച്ച് ആലോചന ചോദിച്ചതുപോലെ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ. ഉൽപ്പത്തി 20 ഹല്ലേലൂയ. ഈ 25 അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 25 അധ്യായം അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 29 തൊട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 19 തൊട്ട് 23. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം അതിന്റെ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ വചന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മക്കളെ വളർത്തണം. വചനത്തിന് അധിഷ്ഠിതമായി, വചനത്തിനകത്ത് വേരൂന്നി, വചനത്തെ പഠിപ്പിച്ച്, വചനം പറയുന്ന വഴിയിലൂടെ നിന്റെ മക്കളെ വളർത്തണം. പ്രൈസലോ. അങ്ങനെ വളർത്തിയാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മടങ്ങി വരണം. അപ്പൊ ഒരു തത്വം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ. മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ ആ മക്കൾ മാതാപിതാക്കൾക്ക് നേരെ ആയുധമെടുക്കാതെ, ആ മക്കൾ മാതാപിതാക്കളെ മാനിച്ചു വളർത്തുന്നവരായി തീരാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു തത്വജ്ഞാനി പറഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടം നേരെ തിരിഞ്ഞു പോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? അപ്പനെ അമ്മയും കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന അമ്പലത്തിലോ, പെരുന്നാൾ സ്ഥലത്തോ, പട്ടണത്തിലോ, എവിടെയും കാട്ടിലോ, അല്ലെങ്കിൽ അവിടെ വോൾട്ടേജ് റൂമിലോ കൊണ്ട് തള്ളുന്ന കാലഘട്ടമായി ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്നേ, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എല്ലാ അമ്മമാരും പ്രസവവേദനപ്പെടുന്നു. ചില സമയങ്ങളിൽ ഹല്ലേലൂയ അത് ജീവനോ മരണമോ എന്നുള്ള പോരാട്ടമായിരിക്കും. എല്ലാ അമ്മമാരും വളരെ പ്രസവവേദനയോടെയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ആ പ്രസവവേദന ജീവന് വേണ്ടിയിട്ടാണോ മരണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണോ എന്ന് അമ്മമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്നെ നൊന്തുപെറ്റ നിന്റെ അമ്മയുണ്ടല്ലോ, അവൾ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിച്ച പ്രസവവേദനയുണ്ടോ, മരണത്തിനോ ജീവനോ ഉള്ള പോരാട്ടമായിരുന്നു. ആ മരണത്തിനോ ജീവിതത്തിനോ പോരാട്ടത്തിന്റെ നടുവിലാണ് നിനക്കൊരു ജന്മം നിന്നെ ഭൂമിയിലാക്കിയത്. ആ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി ആ മരണ പോരാട്ടം സഹിച്ച് നിന്നെ പ്രസവിച്ച അമ്മയുടെ മുഖത്ത് നോക്കി നീ ചീത്ത വിളിക്കുമ്പോൾ, അവരെ ശാപമാക്കി പറയുമ്പോൾ, അവരെ നിന്ദിക്കുമ്പോൾ, അവരെ നീ പരിഹസിക്കുമ്പോൾ, അവരെ കൊണ്ട് വോൾട്ടേജ് ഭൂമി തള്ളുമ്പോൾ അതിന്റെ ശാപം ഏറ്റവും വലുതായിരിക്കും കേട്ടോ. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവർക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. പ്രധാന ഭാഗം അല്ലെങ്കിൽ പ്രധാന പങ്ക് മാതാപിതാക്കൾക്കായിരിക്കും. നീ വിവാഹം കഴിച്ച് നിനക്ക് സുന്ദരമായ സുന്ദരിയായ ശ്രേഷ്ഠതയുള്ള വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കരുത്തും കഴിവും പ്രാപ്തിയൊക്കെയുള്ള നല്ല കുടുംബത്തിലുള്ള ഒരു ഭാര്യയെ നിനക്ക് ജീവിതത്തിലേക്ക് കിട്ടിയാലും മരണത്തിന്റെയും ജീവന്റെ ഇടയിൽ പോരാടി നിന്നെ നൊന്തുപെറ്റ നിന്റെ മാതാവിനെയും നിന്നെ പോറ്റിപ്പുലത്തിന്റെ പിതാവിനെയും നീ മറക്കരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ.
അപ്പനെ അമ്മയും മറന്നിട്ട് നീ ഒന്നും ചെയ്യരുത്. ഭാര്യ നമുക്ക് വേണം, ഭാര്യയ്ക്ക് മുഴുവൻ സ്നേഹം നീ കൊടുക്കണം. പക്ഷെ നിന്റെ അപ്പനെയും അമ്മയും വലുതാണ്, നിന്നെ വളർത്തി വലുതാക്കി അവരാ. പ്രൈസലോ ലേലിയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ തലമുറ വളരെ സൂക്ഷിച്ച് ലേലിയ ജീവിക്കണം. ഇവിടെ ദൈവത്തിന് വചനം പറയും, എല്ലാ അമ്മമാരും പ്രസവത്തിൽ ഗർഭവേദന പ്രസവവേദന അനുഭവിക്കുന്ന ചില സമയങ്ങൾ അത് ജീവനോ മരണമോ എന്നുള്ള ഒരു പോരാട്ടമായിരിക്കും. അപ്രകാരമുള്ള സമയങ്ങളിൽ കർത്താവിന്റെ കരത്തെ പിടിച്ചുകൊണ്ട് അവന്റെ സാന്നിധിയിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ലഭിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 23:4 പറയുന്നത്, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലയ്യ, ഊരിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രസവവേദനപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, സഹോദരിമാർ, അമ്മമാരുണ്ടല്ലോ, കൂരിൽ താഴ്വരിൽ കൂടി മരണനിലും താഴ്വരിലൂടെ നൊന്തുപെറ്റ മക്കൾ, അല്ലേലിയ, അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് തന്റെ മക്കൾക്ക്, തന്റെ ഉദരത്തിൽ വളരുന്ന മക്കൾക്ക് ഭൂമിയിലേക്ക് ജന്മം കൊടുക്കാൻ ഒരു മരണനിഴലിൽ താഴ്വരയിലൂടെ കടന്നുപോകും, ഊരിലെ അനുഭവത്തിലൂടെ അവരെ കടന്നുപോകും. അത്രമാത്രം കഷ്ടപ്പെട്ട നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ ഇത്രയൊക്കെ ആക്കിയത് കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇസ്ഹാക്കിനെ പോലെ, റിബേക്കയെ പോലെ നീ പ്രാർത്ഥിക്കണം. ഇസ്ഹാക്ക് തന്റെ ഭാര്യ മജ്ജി ആയിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലേലിയ, അവൾ ഗർഭം ധരിച്ച് 2 മക്കളെ അവളുടെ ഉദരത്തിൽ ദൈവം കൊടുത്തു. 2 മക്കളും ആ 2 പിള്ളേരും ഉദരത്തിൽ കിടന്ന് തിക്കിത്തിരക്കിയപ്പോൾ എന്ത് ചെയ്തു? റിബേക്ക ദൈവത്തോട് ആലോചിച്ചു, ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? അല്ലേലിയ, രക്തം ചെയ്യും. പ്രൈസലോ. വേദപുസ്തകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അല്ലേലിയ. അവിടെ എന്ത് ചെയ്തു? ഇവിടെ വചനം പറഞ്ഞു, കൂരിൽ താൻ കുടർന്നവൻ ഞാൻ അടുത്ത് ഭയപ്പെടുകയില്ല, നീയുണ്ട് കൂടിയിരിക്കുന്നല്ലോ, എന്റെ വടി കൂരി എന്നെ ആശ്വസിപ്പിക്കുന്നു. ആത്മാക്കളെ സമ്പാദിക്കുമ്പോൾ പൗലോസും ഇങ്ങനെ വന്നു. അതുപോലെ സഭയ്ക്കകത്ത് ആത്മാക്കളെ സമ്പാദിക്കുമ്പോഴും ആത്മാക്കളെ നേടുമ്പോഴും എന്താണ് പൗലോസ് പ്രാർത്ഥിച്ച പോലെ പറയണം. വലിയ സ്തോത്രം. വലിയ ഒരു ഗർഭത്തെ ശിശുവോടുകൂടെ ഉപമിച്ചാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകൂടെ ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സഭയിലേക്ക് ആത്മാക്കൾ കടന്നു വരുവാൻ, സഭയ്ക്കകത്ത് ആത്മാക്കൾ നിറയുവാൻ, ആത്മീയ ജനനമുണ്ടാകുവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ പ്രസവവേദനപ്പെടുന്ന പോലെ തന്നെ പൗലോസ് പറയാണ്, അല്ലേലൂയ, ക്രിസ്തു നിങ്ങൾ ഉരുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നെന്ന് പറയുക. അതേ, ആത്മാക്കൾക്ക് വേണ്ടി ഒരു പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയെ പോലെ നീ പ്രാർത്ഥിക്കാൻ കഴിയണം. നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കളിൽ ക്രിസ്തു ഉരുവാകുക, നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ അമ്മായിയിൽ, മക്കളില്, നിന്റെ സഹോദര വർഗങ്ങൾ ക്രിസ്തു ഉരുവാകുവാൻ വേണ്ടി, അവരുടെ ക്രിസ്തു വെളിപ്പെടാൻ വേണ്ടി നീ പ്രസവേദനപ്പെടുന്ന ആ സ്ത്രീയെ പോലെ നീ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യാം. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യമുള്ള വായിച്ചത്, തന്റെ ഭാര്യ മച്ചിയായിരുന്നു കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ച്, യഹോവ അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അതെ, പ്രാർത്ഥനയാണ് ഇവിടെ ഏറ്റവും വലുത് കേട്ടോ. അത് ഇന്ന് പകൽ തലമുറയെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന, കുടുംബ തകർച്ചയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന, കുടുംബത്തിൽ ഭിന്നതയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയത് എൻ്റെ കുടുംബ കണിതയില്ല, ഞാൻ വീണ്ടും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരും, എന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി കർത്താവേ, എനിക്ക് വേണ്ടുന്ന ആലോചനയും എനിക്ക് വേണ്ടുന്ന ജ്ഞാനമൊക്കെ തന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബസ്ഥരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥി. മാതാപിതാക്കളെ, യൗവനക്കാരെ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവരെ, തലമുറയില്ലാത്തവരെ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ദൈവം ഏൽപ്പിക്കും. കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളിൽ കൂടിയുള്ള കൊട്ടാരത്തിലൂടെ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അതിന്റെ നടുവില് കർത്താവേ, സഹോദരൻ ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചതുപോലെ, റിബേക്ക പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ദൈവമക്കൾ കർത്താവേ, സകല ജനം പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ, തങ്ങൾക്ക് ലഭിക്കുന്ന തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തലമുറ മദ്യത്തിനും മയക്കൊരു ലഹരിക്കും അടിപ്പെട്ട രാഷ്ട്രീയത്തിനും തീവ്രത്തിനും വർഗീയവാദയ്ക്കും വർഗീയവാദത്തിന് അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഞങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ, ഒരു മടങ്ങി ഒരു മനസ്സാ ദൈവ ഭയമുള്ളവരായി തീരുവാൻ
ഹല്ലേലൂയ. ഈ ജനത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണമേ. ഒരു യോഹന്ന സ്നാപകനെ ഉപയോഗിച്ചതുപോലെ ഹല്ലേലൂയ കർത്താവ് മറിയുടെ ഉദരത്തിലും യേശു ലോകരക്ഷിതമായി ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവിന്റെ ജലത്തെ അനുഗ്രഹിക്കാനായി ഒരു വലിയ കർത്താവ് മാനസാന്ത ജലത്തെ വിളി കൊടുക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കാൻ സകല മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.